അയ്യർ ഇൻ അറേബ്യ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി കോമഡി ഡ്രാമ സിനിമയായിരുന്നു ഈ ഒരു ചിത്രം എന്നുള്ളത്. എം.എ. നിഷാദാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ മുകേഷ്, ഉർവശി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോൺ ചാക്കോ, ദുർഗാകൃഷ്ണനൊക്കെ തുടങ്ങിയവരാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിൽ ഒരു അയ്യർ ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ ഒരു അച്ഛനാണ്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലച്ഛനല്ല, ഒരു കുട്ടിയുടെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ ചിത്രത്തിലെ ധ്യാൻ ശ്രീനിവാസൻ്റെ അച്ഛനാണ്. എന്തായാലും അദ്ദേഹം ഒരു അയ്യറാണ്. ഓക്കെ, അതായത് ഒരു ഓർത്തഡോക്സ് ഒരു ഫാദർ എന്നൊക്കെ പറയാൻ സാധിക്കും. തൻ്റെ ജാതി വ്യവസ്ഥകളും തൻ്റെ ജാതിയുമാണ് ഏറ്റവും മികച്ചതെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പെരുമാറി നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്നുള്ളതാണ് സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ളതല്ല സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നത്, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജാതി മത ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒരു വ്യൂ ഉണ്ട്. തങ്ങളുടെ ജാതി അതാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാവരെയും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. നമ്മൾ ചിലരെ പറയാറില്ലേ, മതം അത് ഭ്രാന്താക്കി മാറ്റുക എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഫോക്കസ് ചെയ്ത് കഥ പറയുന്ന ഒരു സിനിമയാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി പറയാനുള്ളത്. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒപ്പിക്കൽ ഫീല് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഒപ്പിച്ചെടുത്ത ഫീല് നൽകിയിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് അയ്യർ ഇൻ അറേബ്യ എന്നുള്ളത്. കാരണം ഇതിൻ്റെ കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥാഗതിയിലൂടെ സംസാരിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യനെ മനസ്സിലാക്കുന്നതിന് പകരമായിട്ട് മനുഷ്യൻ അവൻ്റെ ജാതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജാതി ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക എന്നൊക്കെയുള്ളൊരു സംഭവം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പല നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയം എടുത്ത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷേ അത് അവതരിപ്പിക്കപ്പെടുമ്പോഴത്തേക്കും വലിയൊരു ഫീൽ ഉണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. എസ്പെഷ്യലി പറയേണ്ട തിരക്കഥയുടെ കാര്യമൊക്കെ തന്നെയാണ്. സിനിമയ്ക്കുള്ളിൽ ഒരുപാട് ഹ്യൂമറൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ ഒരു ദയനീയ അവസ്ഥ പലയിടങ്ങളിലും ഫീൽ ചെയ്യും, അല്ലെങ്കിൽ പല ശ്രമങ്ങളായിട്ടാണ് തോന്നുന്നത്. ഈ എഴുത്തൊക്കെ നടത്തുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഭയങ്കര കോമഡിയൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആകാതെ പോവുകയൊക്കെയാണ് സിനിമയ്ക്കുള്ളിൽ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി അത്യാവശ്യം ഓക്കെ, ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ന് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെ എടുത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ അതിനുള്ളിൽ അഭിനേതാക്കളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന മുകേഷ്, ഉർവശി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പ്രകടനം അത്യാവശ്യം ഒക്കെ ആയിരുന്നു. എന്നാൽ എല്ലാവരുടെയും പ്രകടനം അതിഗംഭീരമൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ചില കഥാപാത്രങ്ങളൊക്കെ ഒരു മിസ്കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നി, എസ്പെഷ്യലി ദുർഗാകൃഷ്ണയുടെ ക്യാരക്ടറൊക്കെ തോന്നി. എങ്കിലും ഉർവശി ചേച്ചി ആ ഒരു പുള്ളിക്കാരത്തിലൊക്കെ പ്രകടനം അത്യാവശ്യം ഒക്കെ ആയിരുന്നു. മുകേഷ് ചേട്ടൻ അവരുടെയൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു പ്രകടനമുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിൽ നിന്നും വേറെ വലിയ മാരക ഒരു എക്സ്പീരിയൻസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇൻക്ലൂഡ് ഇതിൻ്റെ ആ ഒരു ടെക്നിക്കൽ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിലെ ഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശോചനീയ അവസ്ഥ എന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഇതൊരു കൊച്ചു സിനിമയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ക്യാൻവാസ് എന്നുള്ളത് അത്യാവശ്യം ഒരു വൈഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പ്രമുഖരായിട്ടുള്ള കുറേ താരങ്ങളെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു കഥാപരിസരം എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ദുബായ് ഉൾപ്പെടെയുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ ഒരു കൊച്ചു സിനിമയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്യാവശ്യം ഒരു മുതൽ മുടക്കിലെടുത്തിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ മുതൽ മുടക്കെന്നുള്ളതല്ല, പക്ഷേ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു റെക്കമെൻഡേഷൻ ഒന്നുമില്ല. സോ ഒരു 5.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-5.5. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.